വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയം. ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയും ഒക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. തുടർന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. ആദ്യത്തെ പൊങ്കാലയാണോ അതോ വർഷങ്ങളായിട്ട് ഇടുന്നതാണോ? ഫസ്റ്റ് പൊങ്കാലയാ. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ പൊങ്കാലയുടെ അനുഭവം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിവിധ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊങ്കാലയൊക്കെ കഴിഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ട് ഇതാ വീട്ടിലേക്ക് എത്തി. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഹൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഹൈപ്പ് കൊടുക്കുക കേട്ടോ. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ചെയ്യണമെന്ന് കരുതിയതാണ്. നമ്മുടെ ബിഗ് ബോസ് താരമല്ലേ, സീസൺ 5 ഫസ്റ്റ് റണ്ണറപ്പായ റെനീഷയ്ക്ക് സംഭവിച്ചത്. റെനീഷ വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഭക്തിയോടു കൂടി, വളരെ ആഗ്രഹത്തോടു കൂടി റെനീഷ പൊങ്കാല ഇടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോമ്പാണ്, നോമ്പ് പിടിച്ചിട്ടാണ് ആള് പൊങ്കാല ഇട്ടത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പൊങ്കാലയ്ക്ക് ശേഷം റെനീഷ നേരിട്ടിട്ടുള്ള ഓരോ സൈബർ ആക്രമണവും കാണുമ്പോൾ ഉണ്ടല്ലോ, എന്താണ് നമ്മൾ മനുഷ്യർ ഇങ്ങനെ തോന്നിപ്പോകും കേട്ടോ. എന്ത് തെറ്റാണോ റെനീഷ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തിരിക്കുന്നത്? ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇട്ടതോ? അതും നോമ്പ് പിടിച്ചുകൊണ്ട് റെനീഷ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇട്ടതാണോ നിങ്ങൾക്കൊക്കെ പ്രശ്നം? സത്യം പറഞ്ഞാൽ റെനീഷ ചെയ്ത ഈ ഒരു കാര്യം മതസൗഹാർദ്ദത്തെ ചൂണ്ടിക്കാണിക്കുന്ന വലിയൊരു അടയാളമായി കാണേണ്ടതാണ്. അതിന് പകരം റെനീഷയ്ക്കെതിരെ രണ്ടായി തിരിഞ്ഞിട്ടാണ് ഓരോരുത്തർ എത്തിയിട്ട് റെനീഷയെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാലയുടെ പരിശുദ്ധി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഓരോരുത്തരും ഈ ഒരു സംഭവം എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ വളരെ സങ്കടം തോന്നുന്നു. പൊങ്കാല ഇടുന്നവർക്കറിയാം, അല്ലെങ്കിൽ പൊങ്കാല വ്രതം എടുത്തവർക്ക് അറിയാം അത് എന്തുമാത്രം ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു പൊങ്കാലയുടെ മുന്നിൽ പോയി നിൽക്കുന്നത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ പൊങ്കാല ഇടുന്നതിന് തലേ ദിവസം നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുള്ളൂ, അരിയാഹാരം കഴിക്കില്ല. പൊങ്കാല ഇട്ട് കഴിഞ്ഞ് പൊങ്കാല കലം തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വെള്ളം പോലും കുടിക്കുള്ളൂ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു, പലരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ ആരോഗ്യം അനുസരിച്ചിട്ടാണ് അതൊക്കെ എടുക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് ഒരു തരത്തിലുള്ള ക്ഷീണം ഒന്നും തോന്നില്ല. നമുക്ക് അമ്മയോടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പൊങ്കാലയോടുള്ള റെസ്പെക്റ്റും ആ ഒരു ഭക്തിയും കാരണം ഉണ്ടല്ലോ, നമുക്ക് അതിനോട് ഒന്നും തോന്നില്ല. വിശപ്പോ തളർച്ചയോ ഒന്നും തോന്നില്ല. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതൊക്കെ അമ്മ തരുന്നൊരു ശക്തിയാണ്. ഈ നോമ്പ് പിടിച്ചുകൊണ്ട് റെനീഷ എടുത്തതും അമ്മ കൊടുത്ത ഒരു ശക്തിയാണ്, അള്ളാഹു കൊടുത്ത ശക്തിയാണ്. നമ്മളെല്ലാവരും വിളിക്കുന്നത് ആ ഒരു ശക്തിനെയാണ്. ആ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ എണ്ണങ്ങൾ വന്ന് മതത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ അടിച്ച് കീറി എന്ത് വിവരമില്ലായ്മയാണ് കാണിക്കുന്നതെന്നാണ്. പൊങ്കാലയ്ക്ക് എടുക്കേണ്ട എല്ലാ വ്രതശുദ്ധിയോടു കൂടി തന്നെയാണ് റെനീഷ പൊങ്കാല ഇടാൻ വന്നത്. സ്ത്രീകളുടെ ശബരിമലയാണ് പൊങ്കാല. അറിയാലോ, ശബരിമലയിൽ വാവരസ്വാമിയെ തൊഴുത ശേഷം മാത്രമാണ് അയ്യപ്പസ്വാമിയെ കണ്ട് നമ്മൾ വണങ്ങി വരുള്ളൂ. അതാണ് ശബരിമല. അതേ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയിൽ ജാതി മതഭേദ വ്യത്യാസം ഒന്നുമില്ല. പൊങ്കാലയ്ക്ക് ഏത് മനുഷ്യനും പൊങ്കാല ഇടാം. അത് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ മതങ്ങളുടെയോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. ആർക്ക് വേണമെങ്കിലും അമ്മയ്ക്ക് വന്ന് പൊങ്കാല ഇടാം. നമ്മൾ മനസ്സ് ശുദ്ധമാണെങ്കിൽ അമ്മ പൊങ്കാല സ്വീകരിക്കും. നമുക്കുണ്ടല്ലോ, ആ പൊങ്കാലക്കലം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ആ സമയത്ത് നമ്മുടെ മനസ്സൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, അത് അനുഭവിച്ചവർക്ക് അറിയാം അതെന്താന്നുള്ളത്. ആ ഒരു ഫീലിങ്സ് അറിയണമെങ്കിൽ നമ്മൾ ആ പൊങ്കാല ഇട്ട് വ്രതശുദ്ധിയോടുകൂടി പൊങ്കാല ഇട്ട് ആ സമയത്ത് പൊങ്കാലക്കലം തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്ക് മനസ്സിലാകും നമ്മൾ എന്താണെന്നുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഈ കാലഘട്ടത്തിലും ഇതിൻ്റെയൊക്കെ പേരിൽ വെറുതെ ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്? മതങ്ങളെ വേർതിരിച്ച് കാണുന്നത്. മനസ്സിൽ തൊട്ട് പറയാണ്, റെനീഷ ചെയ്തത് നല്ലൊരു കാഴ്ചപ്പാട് തന്നെയാണ്. എല്ലാ മതസ്ഥരും എല്ലാ അമ്പലത്തിലെ ആണെങ്കിലും പള്ളിയിലാണെങ്കിലും ഉത്സവത്തിനും പെരുന്നാളിനും എല്ലാവരും പോകുന്നുണ്ട്, ചടങ്ങുകൾക്ക് പോകുന്നുണ്ട്, നോമ്പ് പഠിക്കുന്നുണ്ട്, പിന്നെ പാതിര കുർബാനയ്ക്ക് കൂടുന്നുണ്ട്, ഉത്സവങ്ങൾക്ക് പോകുന്നുണ്ട്. അങ്ങനെ മതഭേദ വ്യത്യാസമില്ലാതെയാണ് ഓരോരുത്തരും ഇപ്പോൾ ഓരോ ചടങ്ങുകളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ മനസ്സിലുള്ള അതിനോടുള്ള ആഗ്രഹമാണ്. അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു നമ്മുടെ ഒരു ആഗ്രഹമാണ്. അത് നമ്മളെല്ലാ ശുദ്ധിയോടും എല്ലാ ആത്മാർത്ഥതയോടും എല്ലാ ഭക്തിയോടും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തി ഉണ്ടല്ലോ, അതെല്ലാം സ്വീകരിക്കും. അതുകൊണ്ട് റെനീഷ ഇപ്പോൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കാര്യം റെനീഷ അല്ല ആദ്യമായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ എറണാകുളത്തപ്പൻ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉത്സവം കഴിഞ്ഞ മാസമായിരുന്നു. അന്നദാനത്തിന് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മെഗാ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ മമ്മൂക്കിയായിരുന്നു. എല്ലാവരും ആരാധിക്കുന്നത് ആ പരമമായ ആ ശക്തിയെയാണ്. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അത് പ്രതിഫലിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു പരമശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണോ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ
അത് ഈ പറഞ്ഞ ഇപ്പൊ റെനീഷയെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റെനീഷയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ അത് തോന്നണമെന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് നിങ്ങൾ ആ ശക്തി തിരിച്ചറിയുന്നോ അന്നേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്ത് വലിയ ദ്രോഹമാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വലിയ തെറ്റാണ് ആ കുട്ടിയോട് ചെയ്തതെന്നുള്ളത്. ആ കുട്ടി എന്തൊരു സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കും നോമ്പ് പിടിച്ച് ആ കുട്ടി നാട്ടിലേക്ക് വന്നു, ട്രിവാൻഡ്രത്തേക്ക്, അവിടെ നിന്ന് നാട്ടിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് വന്ന് നോമ്പ് പിടിച്ച് തന്നെ പൊങ്കാലയിട്ട് ആ എന്ത് പരിശുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് റെനീഷ എന്ന് പറഞ്ഞൊരു വ്യക്തി ചെയ്തത്. റെനീഷ എന്ന് പറയുന്ന വ്യക്തിയെ മാനസികമായി എന്തോരം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് തിരിച്ചു അറിയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ മനസ്സിലാകും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും ഇതേപോലെയല്ല. എന്നാൽ ചിലരൊക്കെ ഉണ്ട് ഇതേപോലെയുള്ള പാഷാണത്തിൽ കൃമികൾ. ഇനിയും ഇതുപോലെ എല്ലാവരും മുന്നോട്ട് വരണം. പിന്നെ റെനീഷ് ഇത് പ്രതികരിച്ചുകൊണ്ട് റെനീഷ് എത്തിയത് വളരെ നന്നായി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. റെനീഷ ഇത് പ്രതികരിച്ചുകൊണ്ട് എത്തിയത് നന്നായി. ഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ അതെങ്ങനെ കോയിൻസിഡന്റ്ലി എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് നമ്മൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ശരീരവും മനസ്സും ശുദ്ധിയോടെ ഇരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇന്നലെ, അതായത് തലേ ദിവസം ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ഇത് ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. ഈ നോൺ വെജിന്റെ കാര്യമെല്ലാം അറിയാം, അല്ലെങ്കിൽ ശരീര മനസ്സ് വൃത്തിയോടുകൂടി ഇരിക്കണം, അതെല്ലാം എനിക്കറിയായിരുന്നു. പക്ഷെ ഈ ഒരു നേരത്തിന്റെ കാര്യം അറിയില്ലായിരുന്നു. ഇന്നലെ നോമ്പുണ്ടായിരുന്നു, അത് കാരണം ഒരു നേരമേ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ അത് എങ്ങനെയൊക്കെയോ അത് കറക്റ്റായിട്ട് വന്നു. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്ന് പൊങ്കാല ഇടണം എന്നുള്ളത് നിയോഗത്തിലുള്ളതായിരുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഒരു വിശ്വാസമാണ്. നമ്മൾ വിളിക്കുന്നത് അള്ളാഹുവിനെ ആണെങ്കിലും ദേവിനെ ആണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും പരമശിവനെ ആണെങ്കിലും ഹനുമാൻ സ്വാമിനെ ആണെങ്കിലും ഈശോയെ ആണെങ്കിലും മാതാവിനെ ആണെങ്കിലും ആരെയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയാണ്. അതിപ്പോൾ അമ്പലത്തിൽ പോയി വിളിച്ചാലും പള്ളിയിൽ പോയി വിളിച്ചാലും നമ്മുടെ വീട്ടിലിരുന്ന് വിളിച്ചാലും നമ്മൾ വിളിക്കുന്ന വിളി പരിശുദ്ധമാണെങ്കിൽ ഭഗവാൻ കേൾക്കും, അല്ലെങ്കിൽ ആ പോസിറ്റീവ് ശക്തി കേൾക്കും. പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. ഏതായാലും റമളാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമളാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് ഉസ്താദ് പള്ളിയിൽ പറയുന്ന ഒരു ഇതാണ് കേട്ടോ നമ്മൾ കേട്ടത്. പൊങ്കാല വരികയാണ്, സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും അവർക്ക് കിടക്കാനും കഴിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് പള്ളിയിൽ ഒരു ഉസ്താദ് പറയാണ്. അപ്പോൾ ദൈവങ്ങൾക്കോ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്കല്ല പ്രശ്നമുള്ളത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാത്ത കുറെ എണ്ണങ്ങൾക്കാണല്ലേ. കൂടി ഇരിക്കണം, അതെല്ലാം എനിക്കറിയായിരുന്നു. പക്ഷെ ഈ ഒരു നേരത്തിന്റെ കാര്യം അറിയില്ലായിരുന്നു. ഇന്നലെ നോമ്പുണ്ടായിരുന്നു, അത് കാരണം ഒരു നേരമേ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ അത് എങ്ങനെയൊക്കെയോ അത് കറക്റ്റായിട്ട് വന്നു. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്ന് പൊങ്കാല ഇടണം എന്നുള്ളത് നിയോഗത്തിലുള്ളതായിരിക്കും. പരമമായിട്ടുള്ള സത്യമാണ് കേട്ടോ റെനീഷ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ പൊങ്കാല ഇടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെ എല്ലാവർക്കും അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാല ഇടാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അമ്മ വിളിച്ചാൽ മാത്രമേ അവിടെ അമ്മയുടെ നടയിൽ വന്ന് നമുക്ക് പൊങ്കാലിടാൻ പറ്റുള്ളൂ. അമ്മ വിളിക്കണം, അമ്മ വിളിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഒരുപാട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് പൊങ്കാല ഇടാനായിട്ട് നടയിൽ എത്താൻ കഴിയാതെ വരും. അത് അമ്മ വിളിക്കണം. റെനീഷയെ അമ്മ വിളിച്ചു, അവിടെ വന്ന് പൊങ്കാല ഇടണം എന്നുള്ളത് നിയോഗമാണ്. അതുകൊണ്ട് അത് നടന്നു. പരമമായിട്ടുള്ള സത്യമാണ് റെനീഷ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു രസകരമായിട്ടൊരു കാഴ്ച കേട്ടോ. പള്ളിയിൽ നിന്ന് കുറച്ച് അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ വന്നിട്ട് പൊങ്കാലിടുന്നവരുടെ അടുത്ത് പോയി അവർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവർ ഈ പുകയും വെയിലും ഒക്കെ കൊണ്ടിട്ടാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പൊങ്കാലിടുന്നത്. ആ സമയത്ത് അവർക്ക് ഒരു ദാഹജലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പൊങ്കാലിടാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയും ചെയ്ത് പൊങ്കാലയുടെ പോലെ തന്നെയുള്ള ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ വാങ്ങിക്കാവുന്നേ ഉള്ളൂ. എന്തിനാണ് അമ്മയ്ക്ക് പൊങ്കാലയിട്ട് ഒരാളെ, അതിപ്പോൾ ആരും ആയിക്കോട്ടെ, അവരിങ്ങനെ വലിച്ചു കീറി നശിപ്പിക്കുമ്പോൾ ഇതെല്ലാം ആ ശക്തി കാണുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ കൊള്ളാം. എന്തായാലും റെനീഷ പ്രതികരിച്ചെത്തിയതിൽ വളരെ സന്തോഷം. റെനീഷയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ പോസ്റ്റിന് താഴെ ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അടുത്ത വർഷം പൊങ്കാല ഇടാൻ വരണം, ആഗ്രഹം എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു തരുവാണെങ്കിൽ ആ ശക്തി എടുത്ത് അടുത്ത തവണയും വന്ന് നന്ദി പറഞ്ഞുകൊണ്ട് പൊങ്കാല ഇടണം എന്ന്. ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, നമ്മൾ അത് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. എന്തായാലും റനീഷ വന്ന് ശക്തമായി പ്രതികരിച്ചതിന് വളരെ സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. പിന്നീട് വേറെ കുറേ ആൾക്കാരിങ്ങനെ പൊങ്കാല ഷൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പലതൊക്കെയാണ് ഷൂട്ട് ചെയ്തെത്തിയിരിക്കുന്നത്. അതിൽ എനിക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, പൊങ്കാല ഇടുന്നത് നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ വെയിലുണ്ട്, നമുക്ക് ഇതുപോലെ നമ്മൾ പുക അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നമുക്ക് നേരത്തെ അറിയാം. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും വെള്ളം തിളയ്ക്കുന്നു, ആ തിളച്ച സമയത്ത് അരി ഇടണം, അരിയിട്ട് തിളച്ച് പൊങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതെല്ലാം നമ്മൾ നോക്കിയും കണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമുള്ളത് ഒരുപക്ഷെ കാണാൻ പറ്റുന്ന വരില്ല. നമ്മുടെ സാരി അവിടെ നിന്ന് മാറാം, ഇവിടെ നിന്ന് മാറാം, ഒക്കെ സംഭവിച്ചേക്കാം. നമ്മൾ അത് ചെയ്യുന്നതിൻ്റെ ആ തിരക്കിൽ അല്ലെങ്കിൽ ഭക്തിയുടെ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാം ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സാരിയും ബ്ലൗസും കറക്റ്റ് ആണോ നോക്കുക, അവിടെ കാണുന്നുണ്ടോ ഇവിടെ കാണുന്നുണ്ടോ എല്ലാം നോക്കിയിട്ട് സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടല്ലോ, ഒരു 5 രൂപ 10 രൂപ കൊടുത്താൽ മതി, ഒരു സെറ്റ് കിട്ടും. 10-12 സേഫ്റ്റി പിൻ ഉണ്ടാവും. ഒരു സാരിക്ക് 6-7 പിന്ന് കുത്തിയാൽ തന്നെ എല്ലാം സേഫ് ആയിട്ട് ഇരുന്നോളൂ. ഇപ്പൊ സാരി എല്ലാ ദിവസവും എടുക്കുന്നവരായിക്കോട്ടെ, ഇപ്പോൾ സാരിയുടെ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്ക് സാരി എടുക്കുന്നവർക്ക് അറിയാലോ എന്തൊക്കെയാണ് വേണ്ടത്. ഞാനൊക്കെ വളരെ റയറായിട്ട് സാരി എടുക്കുന്ന ആൾക്കാരാണ്. എങ്കിലും സാരി എടുക്കുന്നവരായിക്കോട്ടെ എല്ലാത്തവർക്കും നമുക്ക് അറിയാം സാരി എടുക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുള്ളത്. ഈ 5 രൂപ 10 രൂപയൊക്കെ കൊടുത്തൊരു സേഫ്റ്റി പിന്ന് വാങ്ങിയിട്ട് കുത്തേണ്ട സ്ഥലത്ത് അങ്ങോട്ട് വൃത്തിയിൽ കുത്തിയിരുന്നാലോ, നമ്മൾ ഡാൻസ് കളിച്ചിട്ട് ഡിസ്കോ കളിച്ചാൽ തല കുത്തി മറിഞ്ഞാൽ പോലും ഒരു ഭാഗവും നമ്മുടെ കാണില്ല. കാണാത്ത രീതിയിൽ ഉടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് കാണിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകുന്നതാണോ എന്നറിയില്ല. ശ്രദ്ധിക്കാത്തതാണെങ്കിൽ അടുത്ത തവണ ശ്രദ്ധിക്കുക. ഇങ്ങനെ പൊങ്കാലിടുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് അവിടെ എത്തും. പല കുയിലുകളും പല പല മീഡിയാസുകളും പല വെറൈറ്റി ആയിട്ട് വീഡിയോസൊക്കെ എടുത്ത് കലം കാണിച്ചില്ലെങ്കിലും ബാക്കിയെല്ലാം കാണിച്ചുകൊണ്ട് കുറേ എണ്ണങ്ങൾ എത്തും. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുക. അവരെന്ത് വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷേ നമ്മൾ സേഫായിട്ട് സേഫ്റ്റി പിന്നുകളെല്ലാം യൂസ് ചെയ്ത് മര്യാദക്ക് സാരി എടുത്ത് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതിനു വേണ്ടി തന്നെ നടക്കുന്നവർ അതെങ്ങനെയെങ്കിലും പിടിക്കും. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ഇപ്പോൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ കംപ്ലൈൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലാതെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, എനിക്ക് അങ്ങനെ പറയുള്ളൂ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പൊങ്കാല ഇട്ട് വന്നവരുടെ മനസ്സ് ഇങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ശക്തി ഉണ്ടല്ലോ, അവരുടെ മനസ്സ് പൊങ്കാല ഇടാൻ പോയപ്പോഴാണല്ലോ എൻ്റെ ദൈവമേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ള അവരുടെ മനസ്സ് പ്യുവറാണെങ്കിൽ, അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താന്നുള്ളത് ഞാനൊന്നും പറയുന്നില്ല. ആരും വേദനിപ്പിക്കാതെ ജീവിക്കുക. ഹെൽത്ത് പരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ ഇന്ന് റിയാക്ട് ചെയ്ത് ഇടണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഇന്നൊരു വീഡിയോ ആയിട്ട് എത്തിയിരുന്നത്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും